വളരെ സ്നേഹം നിറഞ്ഞ വിശിഷ്ട വ്യക്തികളെ, അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫ്, വിജയകാംക്ഷികൾ, എല്ലാവർക്കും ഓണത്തിൻ്റെതായ എല്ലാ മംഗളങ്ങൾക്ക് നമ്മുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഓണം എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഒരു വലിയ കുറച്ച് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പെർഫോമൻസ് നടത്തുക, അതിനുശേഷം എന്താ പറയുക, സദ്യ കഴിക്കുക, പോവുക, റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് എല്ലാവരും വളരെ ഹാപ്പി തന്നെ ആയിരിക്കണം ഡെഫിനറ്റ്ലി. പക്ഷെ നമ്മളുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുന്ന വേറൊരു രീതിയിലാണ്. ഓണമൊക്കെ വെരി ഗുഡ്, എല്ലാ ആക്ടിവിറ്റീസും ഒക്കെ വെരി ഗുഡ്, സദ്യ ഒക്കെ വെരി ഗുഡ്. പക്ഷെ നമ്മളെപ്പോലെ അതുപോലെ ചെയ്യാൻ പറ്റാത്ത ധാരാളം ആൾക്കാർ ഇന്നും ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഒരു തിരിച്ചറിവ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഏകദേശം 10 വർഷമായിട്ട് ഇങ്ങനെ ഈ പ്രോഗ്രാം ചെയ്യുന്നു. ഓണത്തിനായിരിക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് എല്ലാവർക്കും, അതായത് സമൂഹത്തിലെ പാവങ്ങൾക്കും രോഗികൾക്കും, അതുപോലെ തന്നെ വീടില്ലാത്തവർക്കും, അതുപോലെ തന്നെ സ്പെഷ്യൽ സ്കൂൾസിനും, അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ആൾക്കാർ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ആൾക്കാരുടെ വളരെ വിശിഷ്ട വ്യക്തികളാണ്. പക്ഷേ എനിക്ക് എല്ലാവരെയും ഇവിടെ ഇരുത്താൻ പറ്റില്ല, സോറി. പക്ഷെ ഞാൻ പറയണേ, ഇപ്പം ഇവരെല്ലാവരും ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പൈസ കൊടുക്കുന്നു അല്ലെങ്കിൽ അത് ചെയ്യുന്നല്ലാതെ ഇവരാണ് ആക്ച്വലി അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവരാണ് ഏറ്റവും കൂടുതൽ ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, കഷ്ടപ്പാട് അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളും ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഈ ചാരിറ്റി ഓർഗനൈസേഷൻ്റെ പേരിൽ കൊടുക്കുന്ന ഏകദേശം ഒരു വർഷം നമ്മൾ 2.5 കോടി രൂപയോളം ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ അല്ലാതെ, ഈ കോൺഫറൻസ് റൂമിലല്ലാതെ, ഇതുപോലെ അല്ലാതെ വേറൊരിടത്തും പോയി പറയാറില്ല. കാരണം നമ്മൾ മറ്റുള്ളവരുടെ കയ്യടി വാങ്ങിക്കാനോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ കൊടുത്തിട്ട് അതിനെപ്പറ്റി വൻ കാര്യങ്ങൾ എഴുതിക്കാനോ ആഗ്രഹിക്കാത്തൊരു കമ്പനി. ബൈബിളിൽ തന്നെ പറയുന്നു, ഇടത് കൈ ചെയ്യുന്നു വലത് കൈ അറിയരുത്. അപ്പോൾ ആ ഒരു സങ്കല്പം തന്നെയാണ് ഇവിടെ. അപ്പോൾ പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയും, അതിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ദൈവത്തിന് അന്നത്തെ സമൂഹത്തിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള സമൂഹം വളരെ വളരെ മോശമാണെന്ന് ദൈവം ഇത്രയും വരുമെന്ന് ആരും അറിഞ്ഞിട്ടില്ല. ദൈവം തന്നെ മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ്. കാരണം അത്രയധികം സ്വാർത്ഥമായിട്ട് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന, അതുപോലുള്ള രീതിയിൽ എല്ലാം സ്വന്തം, ഈവൻ അവരുടെ കുടുംബം, അതിൻ്റെ അപ്പുറത്ത് എന്തുണ്ട് ഇപ്പുറത്ത് എന്തുണ്ട്, അവൻ്റെ വീട്ടിൽ കഞ്ഞി വെച്ചോ അല്ലെങ്കിൽ ഇപ്പുറത്ത് ഇത് വെച്ചോ ഒന്ന് ആലോചിക്കാൻ, അല്ലെ ആ രോഗി അവന് പൈസ ഉണ്ടോ, മരുന്ന് വാങ്ങിക്കാൻ പൈസ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു കിടപ്പിടമില്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു 100 രൂപ കൊടുക്കാനുള്ള സന്മനസ്സില്ലാത്ത ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ റഫ് കാൽക്കുലേഷൻ അത്രയും കുറവ്, ഒരു 80% ആൾക്കാർ. അപ്പോൾ ഇന്നത്തെ ഈ സ്വാർത്ഥ താല്പര്യവും, അതുപോലെ തന്നെ പൈസയോടുള്ള ആർത്തിയും, സ്വന്തം കുടുംബത്തെയും സ്വന്തം മക്കളെയും മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന പലർക്കും ഇതുപോലുള്ള കാഴ്ചപ്പാടുകൾ, ഇതുപോലുള്ള പ്രവൃത്തികൾ ഒരു ചേഞ്ച് ആയിരിക്കണം എന്നുള്ളത്. അത് നിങ്ങളിലൂടെയാണ് നടക്കുന്നത്. കാരണം നിങ്ങൾ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അത് തന്നെ അതിൻ്റെ ന്യൂസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ ഓണത്തെക്കുറിച്ച് ഞാൻ അധികമൊന്നും പറയാനില്ലായിരിക്കും. കാരണം ഇതാണ് നമ്മളുടെ പരമപ്രധാനമായ കാര്യങ്ങൾ. നമ്മൾ ആൾക്കാരെ സഹായിക്കുക, ജീവിതത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ചെയ്യുക, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ചെയ്യുക. പക്ഷെ അതിന്
എന്തോ 1 രൂപയുടെ ഒരു സഹായം ഒരാൾക്ക് ചെയ്താൽ ഗ്യാരണ്ടി 2 രൂപ നമ്മൾക്ക് തിരിച്ച് ദൈവം തരും. അതിന് യാതൊരു സംശയമില്ല. അതാണല്ലോ ജിസ് പറഞ്ഞല്ലോ, 600 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങി ഒരു പ്രോജക്റ്റിൽ തുടങ്ങി. ഇന്ന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് 18,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഓഫീസിൽ. ഇത് എനിക്കതിൽ അറിയില്ല എത്ര പ്രോജക്റ്റ് ഓടുന്നുണ്ട്, എത്ര ഓടിയില്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? ഞാൻ അഹങ്കാരമായിട്ട് പറയണതല്ല. ഞാൻ പറഞ്ഞ അതുപോലെ ദൈവം പന പോലെ വളർത്തി. ബിക്കോസ് നമ്മളുടെ കഴിവൊന്നുമല്ല, അത് നമ്മൾ ഇതുപോലെ പാപങ്ങൾക്കും അതുപോലെ തന്നെ ബുദ്ധിമുട്ടും രോഗവും എല്ലാമായിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സഹായിക്കുന്നതിൻ്റെ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ പറയും. ഇവിടെ അച്ഛനിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിനൊക്കെ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് നയിക്കുന്ന നിങ്ങളില്ലെങ്കിൽ ഞങ്ങളും ഇല്ല എന്നുള്ളതാണ്. ഈ കാരുണ്യ പ്രവർത്തനവും ഇല്ല, നമ്മൾക്ക് കൊണ്ടുപോയി അവിടെ എവിടെയും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒന്ന് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കുള്ള കാര്യങ്ങൾ, സസ്റ്റൈനബിൾ മോഡൽ ആയിട്ട് പല പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കിഡ്നി രോഗികൾക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഡയാലിസിസ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന 2 സെഗ്മെൻ്റാണ്, രോഗത്തിൻ്റെ ഒരു സെഗ്മെൻ്റാണ് ഈ പറഞ്ഞ പോലെ കിഡ്നിയും ക്യാൻസറും. അതൊരു ഭവനത്തിൽ, ഒരു വീട്ടിൽ ഒരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭവനം തന്നെ ഷാറ്റേഡായി പോകും. പിള്ളേരുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അവരുടെ ദൈനംദിന ജീവിതം. എത്രയോ പൈസ ഉണ്ടെങ്കിലും അതെല്ലാം വിറ്റ് മുടിക്കേണ്ട അവസ്ഥയാണ് ഈ രോഗങ്ങൾ വരുന്നത്. അതിനേക്കാളുപരി അവരനുഭവിക്കുന്ന വേദനകൾ. എനിക്ക് ധാരാളം എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഒരു നേരത്തെ ഡയാലിസിസിന് പൈസ ഇല്ലാതെ വരുന്ന ആൾക്കാർ ദൂരമുണ്ട്. ഞങ്ങളുടെ ഓഫീസിൽ തന്നെ എത്രയോ ആൾക്കാർ പോകുന്നു. ഇതിനൊക്കെ ഒരു സസ്റ്റൈനബിളായിട്ടുള്ള മോഡൽ ഉണ്ടാകണം. ഇതെല്ലാം ഓരോ രോഗികളും മറ്റും കടന്നു വരുമ്പോൾ അവർക്കെടുത്ത് കൊടുക്കുക, അങ്ങനെ കൊടുക്കുന്ന ഒരു സിസ്റ്റം നമ്മൾക്ക് വർക്കൗട്ട് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട്, വളരെ സത്യസന്ധമായിട്ട്, വളരെയധികം എന്താ പറയണ, ഒരു സ്വന്തമായിട്ടൊന്നും നേടാൻ താല്പര്യമില്ല. അതായത് ജനങ്ങൾക്ക്, ഇതുപോലുള്ള ആൾക്കാർക്ക് വേണ്ടി ജീവിതം എന്താ പറയുക അടിയറ വെച്ച് ജീവിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഓണം. അത്ര സന്തോഷകരമാണ്. ഇനിയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. ഹരിപ്പാടുന്നവരെ തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളതും, പിന്നെ എൻ്റെ ഫ്രണ്ട് മാവേലിക്കര, ചെങ്ങന്നൂർ, ഇവിടെ എല്ലായിടത്തും വരുന്നുണ്ട്. തൃശ്ശൂരൊക്കെ പിന്നെ നമ്മുടെ നെയ്ബർ ഇതാണ്. പക്ഷെ അങ്ങനെ നമ്മൾക്കത് ദൈവം ഇതെല്ലാം ചെയ്യാൻ തരുന്ന ഈ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കൂടുതലായിട്ട് ദൈവം തരട്ടെ, കൂടുതലായിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ താങ്ക് യു വെരി മച്ച്.